യുഎസിലെ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്ന പദ്ധതി തുടരുകയാണ്. ഈ വാരാന്ത്യത്തിൽ യുഎസിലെ 119 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ വഹിച്ചുള്ള 2 വിമാനം അമൃത്സറിൽ എത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരം. മോദിയുടെ യുഎസ് സന്ദർശനത്തിനിടയിലാണ് രണ്ടാമത്തെ ഘട്ടം നടക്കുന്നത്. ഫെബ്രുവരി 15 ശനിയാഴ്ച ഒരു വിമാനവും ഞായറാഴ്ച 16 മറ്റൊരു വിമാനവും അമൃത്സറിലെ ഗുരു രാംദാസ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. നാടുകടത്തപ്പെട്ടവരിൽ 67 പേർ പഞ്ചാബിൽ നിന്നുള്ളവരും 33 പേർ ഹരിയാനയിൽ നിന്നുള്ളവരും 8 പേർ ഗുജറാത്തിൽ നിന്നുള്ളവരും 3 പേർ ഉത്തർപ്രദേശിൽ നിന്നുള്ളവരും 2 പേർ രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ഓരോരുത്തർ വീതം ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ളവരുമാണെന്നാണ് വിവരം. മെക്സിക്കോ അതിർത്തിയിലൂടെയും മറ്റ് വഴികളിലൂടെയും അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയ ഇവർ പിന്നീട് പാസ്പോർട്ടുകൾ കീറിക്കളഞ്ഞെന്നാണ് പേര് വെളിപ്പെടുത്താത്ത ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതെന്ന് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഡൊണാൾഡ് ട്രംപ് യുഎസ് പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം യുഎസിൽ നിന്ന് നാടുകടത്തപ്പെടുന്ന രണ്ടാമത്തെ സംഘമാണ് നാളെയും മറ്റന്നാളുമായി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. ഫെബ്രുവരി 5 അമൃത്സറിലെത്തിയ ആദ്യ സംഘത്തിൽ 104 ഇന്ത്യക്കാരുണ്ടായിരുന്നു. അവർ കൈകളും കാലുകളും ചങ്ങലക്കിട്ട് ബന്ധിക്കപ്പെട്ട നിലയിലായിരുന്നു എത്തിയത്. ഇത് രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ടായിരുന്നു. രാജ്യത്ത് വ്യാപകമായ പ്രതിഷേധത്തെ തുടർന്ന് നാടുകടത്തപ്പെട്ടവരോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചുള്ള ആശങ്കകൾ യുഎസിനെ ഇന്ത്യ അറിയിച്ചെന്നായിരുന്നു റിപ്പോർട്ട്. അമേരിക്കയുടെ നാടുകടത്തൽ വിഷയത്തിൽ ആദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചിട്ടുമുണ്ട്. നിയമവിരുദ്ധമായി യുഎസിൽ കഴിഞ്ഞ എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ചെടുക്കാൻ ഇന്ത്യ പൂർണ്ണമായും തയ്യാറാണെന്നാണ് മോദിയുടെ പ്രതികരണം. നാടുകടത്തപ്പെടുന്നവർ സാധാരണ കുടുംബത്തിൽ നിന്നുള്ളവരാണ്. ഇവരുടെ മാത്രം തെറ്റല്ല. വലിയ സ്വപ്നങ്ങളുമായാണ് അമേരിക്കയിലെത്തിയത്. അവർ വഴിതെറ്റി വന്നവരാണ്. മനുഷ്യക്കടത്തിനെയാണ് എതിർക്കേണ്ടത്. യുഎസും ഇന്ത്യയും ഒറ്റക്കെട്ടായി നിന്ന് ഈ മനുഷ്യക്കടത്തിനെ വേരോടെ പിഴുതെറിയണം എന്നാണ് മോദി പ്രതികരിച്ചത്. യുഎസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ കണക്ക് പ്രകാരം 2022-നും 2024-നും ഇടയിൽ ഏകദേശം 1700 ഇന്ത്യക്കാരെ പിടികൂടിയിട്ടുണ്ട്. അതേസമയം വ്യാപാരത്തിലെ അസമത്വത്തെക്കുറിച്ച് ഇന്ത്യയും അമേരിക്കയും ഉടൻ ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴി ഉണ്ടാക്കാനാണ് ചേർന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇന്ത്യയിൽ നിന്നും ആരംഭിച്ച് ഇസ്രയേലിലൂടെ അമേരിക്കയിലെത്തുന്നതാണ് വ്യാപാര ഇടനാഴി. എല്ലാ സഖ്യരാജ്യങ്ങളെയും റോഡ്, റെയിൽ, സമുദ്രാന്തര കേബിളുകൾ എന്നിവ വഴി പരസ്പരം ബന്ധിപ്പിക്കുന്നതാവും ഇടനാഴി. ഇത് വലിയൊരു മുന്നേറ്റമായിരിക്കുമെന്നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. ഇന്ത്യക്ക് എണ്ണയും പ്രകൃതിവാതവും നൽകുന്ന ഒരു മുൻനിര വിതരണക്കാരായി അമേരിക്ക മാറുമെന്ന് ഉറപ്പാക്കുന്ന ഊർജ്ജ മേഖലയിൽ ഇരു രാജ്യങ്ങളും ഒരു സുപ്രധാന കരാറിൽ എത്തിയെന്നാണ് റിപ്പോർട്ട്.